ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഫോർ 5th സെമസ്റ്റർ BCom. അപ്പോൾ കോവിഡ്-19 കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ കുറച്ചുകൂടെ ലിബറൽ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് പറയാം, എന്നിട്ട് നമുക്ക് റിവിഷൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ റിവിഷൻ ഓരോ ദിവസം ഓരോ പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് റിവിഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പഠിച്ച് തുടങ്ങാത്തവർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ പുതിയ പാറ്റേൺ പഴയ പാറ്റേൺ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ ABCD തന്നെയാണുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് സെഷൻ നമുക്കറിയാം, ഫസ്റ്റ് സെക്ഷനിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, അല്ലെ? 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ അതിന് 10 മാർക്കാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ സെക്ഷനിലും ഇതേപോലെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ടോട്ടൽ. ആ 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് 8 മാത്രമാണ്. 2 ഒഴിവാക്കാവുന്നതാണ്. അതാണ് പഴയ പാറ്റേൺ. 10 ക്വസ്റ്റ്യൻ തരും, 8 നിങ്ങൾ അറ്റൻഡ് ചെയ്യും, 2 മാർക്ക് വീതം, 16 ആണ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുക, അല്ലേ? ഇവിടെ പുതിയ പാറ്റേണിൽ അവർ പറയുന്നത് എന്താണ്? ഫസ്റ്റത്തെ 10 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ 1 മാർക്ക് വീതം, 10 മാർക്കിൻ്റെ മീൻസ് 10 ക്വസ്റ്റ്യൻ തന്നിട്ട് ഓരോ മാർക്ക്, അങ്ങനെ 10 മാർക്ക്. അത് ഫസ്റ്റ് സെഷൻ. ഓക്കെ. രണ്ടാമത്തെ B എന്നുള്ള സെക്ഷനിൽ പറയുന്നത് 10 ക്വസ്റ്റ്യൻ തരും. ആദ്യത്തെ പോലെ 10 ക്വസ്റ്റ്യൻ തരും. നിങ്ങൾ 8 എഴുതണ്ട. എത്ര എഴുതിയാൽ മതി? 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഓക്കെ. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പക്കയായിട്ട് 5 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് എഴുതുവാണെങ്കിൽ ഒരു അതേപോലെ 2 മാർക്കല്ല ഇവിടെ നിങ്ങൾക്ക് തരുന്നത്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരിക. അപ്പോൾ 10 ക്വസ്റ്റ്യൻ തരും, അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തരുന്നത്. മാത്രമല്ല ഇതിനകത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നത് 10 നിങ്ങൾ എത്ര എഴുതിയാൽ മതി? 5 എഴുതിയാൽ മതി. അതായത് 50-50 ഓപ്ഷൻ, 50% നിങ്ങൾക്ക് ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് ഈ 5 മുഴുവനായിട്ട് എഴുതിയിട്ട് 4 മാർക്ക് കിട്ടില്ല എന്നുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് 10 ആൻസർ ചെയ്യാവുന്നതാണ്. 10 ആൻസർ ചെയ്യാം. മാക്സിമം 20 കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സീലിംഗ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ സെക്ഷൻ B എന്ന് പറയുമ്പോൾ ശരിക്കും 5 ക്വസ്റ്റ്യൻസ്, അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. ബട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു നിങ്ങൾക്ക് സുഖമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഓൾ ദ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി അറ്റൻഡഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. ഓവറോൾ സീലിംഗ് 20. ഇപ്പോൾ നിങ്ങൾ 10 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 40 മാർക്കൊന്നും കിട്ടില്ല. മാക്സിമം എത്രನೇ കിട്ടുള്ളൂ? 20. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യും. 8 നിങ്ങൾക്ക് അറിയുന്നത് 8 എഴുതി വയ്ക്കുക, അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അറിയുന്നത് ആദ്യം എഴുതി വെക്കുക. പിന്നെ ഡൗട്ട്ഫുള്ളായിട്ടുള്ളത് ഏകദേശം 20 ആണ് ഇവിടെ. 20 കിട്ടും എന്നായി കഴിഞ്ഞ് നിർത്തിക്കോളൂ. ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം വരരുത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 6 വേണമെങ്കിൽ 6 അറ്റൻഡ് ചെയ്യുക, 7 വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യുക, 8 വേണമെങ്കിൽ ചെയ്യാം, എത്ര വേണമെങ്കിലും ചെയ്യാം, ഫുള്ളും ചെയ്യാം. പക്ഷെ 20 ആണ് ടോട്ടൽ നിങ്ങൾക്ക് മാർക്ക് മാക്സിമം കിട്ടുള്ളൂ എന്നർത്ഥം. ഇനി സെക്ഷൻ സിയുടെ കേസിലാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്തിരുന്നത്? സെക്ഷൻ സിയിൽ ആദ്യം നമുക്ക് 8 ക്വസ്റ്റ്യൻ തരും, ആൻസർ ഇനി 6, ഏതെങ്കിലും 6 എഴുതുക, 4 മാർക്കാണ്. അങ്ങനെ 24 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ പുതിയ പാറ്റേണിൽ പറയുന്നത് 8 ക്വസ്റ്റ്യൻ ഇവിടെയും തരും ആദ്യത്തെ പോലെ. പക്ഷെ നിങ്ങൾ 6 എഴുതണ്ട, 4 എഴുതിയാൽ മതിയാവും. 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. മാർക്ക് 4 അല്ല, 8 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ. അപ്പോൾ എത്ര വരണം? ടോട്ടൽ 32 വരും. ഇവിടെ നിങ്ങൾക്ക് നല്ല സുഖമാണ്. ഇനി 4 ആൻസർ ചെയ്താൽ മതി എന്ന് വെച്ചിരിക്കണ്ട. 4 അത്ര കുറേശ്ശെ അറിയുള്ളൂ വെച്ചാൽ നിങ്ങൾക്ക് ഫുള്ളും അറ്റൻഡ് ചെയ്യാം. 8 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. മാർക്ക് എത്ര മാക്സിമം കിട്ടുള്ളൂ? 32.
അപ്പോൾ സെക്ഷൻ സിയിൽ അറ്റ്ലീസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് എങ്കിലും ആൻസർ ചെയ്യണം. ഓരോന്നിനും 8 മാർക്കാണ്. ഇനി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ 32ന് മുകളിൽ മാർക്ക് കിട്ടില്ല. 32 ആണ് മാക്സിമം മാർക്ക്. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് സെക്ഷൻ ഡിയിൽ പഴയ സിസ്റ്റത്തിൽ എങ്ങനെയാണ് 3 ക്വസ്റ്റ്യൻ തരും. ഏതെങ്കിലും 2 എസ്സേ അറ്റൻഡ് ചെയ്യുക. ഒരു എസ്സേക്ക് 15 മാർക്ക്. അങ്ങനെ 30 ആണ് നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി പുതിയ ഡിയിൽ എന്താ നോക്കിയേ, 3 ക്വസ്റ്റ്യൻസ് പഴയ പോലെ തരും. ഇവിടെ 3 ഉണ്ടല്ലോ അല്ലേ, അതേപോലെ ഇവിടെയും 3 തരും. 2 അറ്റൻഡ് ചെയ്യുക, 15 മാർക്ക് 30. ഇതാണ് പഴയ മോഡൽ. ഇതിൽ 3 തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 അറ്റൻഡ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാമെന്ന് ഈ ഒരു സെക്ഷനിൽ പറയുന്നില്ല. സെക്ഷൻ ഡിയിൽ എന്ത് മാത്രമേ പറയുന്നുള്ളൂ, ആൻസർ എനി 1 ക്വസ്റ്റ്യൻ, ഏതെങ്കിലും 1 ആൻസർ ചെയ്യുക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 18 മാർക്ക്. 15 മാർക്കല്ല, 18 മാർക്കാണ് കേട്ടോ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റേഷ്യോ, ഇതിലേതെങ്കിലും 1 എസ്സേ എപ്പോഴും ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്നൊരു എസ്സേ ചോദിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറി ക്വസ്റ്റ്യൻ ഇടാറുണ്ട്. വളരെ സുഖം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. കാരണം ഇതിൽ ഏതെങ്കിലും 1 അറ്റൻഡ് ചെയ്യുക, 18 മാർക്ക് മാക്സിമം. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ബാക്കിയുള്ളതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. സെക്ഷൻ എയുടെ കേസിലാണെങ്കിൽ ഫുള്ളും അറ്റൻഡ് ചെയ്യുക കേട്ടോ. 10 ക്വസ്റ്റ്യൻ തന്നെ 10ഉം സെക്ഷൻ എയിൽ അറ്റൻഡ് ചെയ്യുക. ബി സി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അങ്ങനെയാണ് 80 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പാറ്റേൺ ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോളൂ കേട്ടോ, ക്ലിയർ ആക്കി തരാം.